വീട്ടിൽ ഇഷ്ടം പോലെ പഴുത്തതും പച്ചയായിട്ടുള്ള മാംഗോസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കേടാവാതെ ഇതേമാതിരി സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാംഗോ ക്യാൻഡിയാണ്. നല്ല ടേസ്റ്റാണ്, എരിവും പുളിയും എല്ലാം കൂടിയുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഴുത്തതും പച്ചയായിട്ടുള്ള മിക്സ് ആയിട്ട് മാംഗോസ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയെടുക്കാം. ഈ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പാനിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കാം. ഇതിൽ പച്ചമാങ്ങ പഴുത്ത മാങ്ങ എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും. പിന്നെ അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ബ്ലെൻഡ് ചെയ്തെടുത്ത മാംഗോ പൾപ്പ് നമ്മൾ വീണ്ടും തിളപ്പിക്കാൻ വെക്കണം. അതിൽ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു അംശം ഉണ്ടാവില്ല, അത് നല്ലപോലെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര, മുളക് പൊടി, ഉപ്പ് ഇത് മൂന്നും ഇട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതലിടാം. എനിക്ക് കുറച്ച് എരിവായിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടുതലിടുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ലപോലെ ഇട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനൊരു പഞ്ചസാര 2 കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മുളക് പൊടി അത് ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതും കൂടി ഇടുമ്പോൾ എല്ലാം കൂടി മിക്സായി നല്ലൊരു ടേസ്റ്റ് വരും. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് ഇതേമാതിരി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വെള്ളമുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോയിൽ പേപ്പർ എടുത്ത് അതിലേക്ക് നമുക്കിത് ഈ മിക്സ് ഒഴിക്കാം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷമാണ് ഇത് ഒഴിക്കേണ്ടത്. നെയ്യുടെ സ്മെല്ല് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇത് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇത് അതിലേക്ക് ഇട്ട് നല്ലപോലെ അതൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് വെയിലത്ത് വെച്ചാണ് ഉണക്കാൻ പോകുന്നത്. ഒരു 2-3 ഡേയ്സ് എന്തായാലും വേണ്ടി വരും ഉണങ്ങി കിട്ടാൻ. പരമാവധി കട്ടി കുറച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് നല്ലപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. എനിക്കൊരു 3 ഡേയ്സ് എടുത്തിട്ടോ നല്ലപോലെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ലുക്ക് വരുന്നത്. നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതേമാതിരി നല്ലപോലെ നമുക്ക് അതിനകത്ത് നിന്ന് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. നെയ്യ് തടവണമെന്നൊന്നുമില്ല, നെയ്യുടെ സ്മെല്ല് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഉണക്കാൻ വെച്ചത്. അതുകൊണ്ട് ഇങ്ങനെ കിട്ടി. നിങ്ങളും ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ നമുക്കത് നമ്മളെ ഇഷ്ടത്തിന് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതേമാതിരി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞി ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാൻ സുഖമാണ്. ഒന്നിൽ ഇതേമാതിരി റോൾ ചെയ്ത് വെക്കാം. എൻ്റെ കയ്യിൽ അങ്ങനെ വെക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ക്യൂബാക്കി എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് മാംഗോ സീസൺ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേമാതിരി ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ടൈം ഉണ്ടാവുമല്ലോ, ചില സമയത്തൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് മാംഗോസ് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇതേമാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാംഗോ സീസൺ കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.